എന്തിനാ ജയ ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ? അയൽവക്കത്തൊക്കെ ആൾക്കാരുള്ളതല്ലേ, നിനക്കൊന്ന് പതിയെ സംസാരിച്ചൂടെ? കേക്കട്ടെ, ഞാൻ ആർക്ക് കേൾക്കാൻ പാടില്ലാത്ത കാര്യമൊന്നുമല്ലല്ലോ പറയുന്നത്. ഒന്ന് പതുക്കെ. രാജു ഉണർന്നിട്ടില്ല. ബഹളം വെച്ച് അവനെ ഏൽപ്പിക്കരുത്. ഇന്നലെ നീ പറഞ്ഞത് കേട്ട് വളരെ വിഷമിച്ചാവും പോയി കിടന്നത്. എനിക്ക് പറയാനുള്ളത് ഞാൻ പറയും. പൊന്നു മനസ്സുള്ളവര് കേൾക്കാൻ പറ്റുമോ കേട്ടാ മതി. അങ്ങനെ ഇവിടെ ആർക്കും പൊന്നു മനസ്സില്ല. ഈ കുടുംബത്തില് ഞങ്ങളുടേതായ ചില രീതികളുണ്ട്. അതിന് യോജിച്ചവര് ഇവിടെ നിന്നാ മതി. ഓ, അപ്പൊ അങ്ങനെയാണോ? ആ, അങ്ങനെയായി. മര്യാദക്കാണെങ്കിൽ നിനക്ക് ഇവിടെ നിൽക്കാം. അല്ലെങ്കിൽ കാലത്ത് തന്നെ മര്യാദയ്ക്ക് ഇവിടുന്ന് പൊക്കോ. അങ്ങനെ എന്നെ പറഞ്ഞു വിടാന്ന് ഇവിടെ ആരും കരുതണ്ട. ഇത് എനിക്ക് കൂടെ അവകാശപ്പെട്ട വീടാ. നേടാ, നിനക്ക് നാണുണ്ടോ? വാടക വീടിനാണോ നീ അവകാശം ചോദിക്കുന്നത്? ഈ വാടക വീട് സ്വന്തമാക്കുന്നതിന് ഞാനൊരു ബുദ്ധി ഉപദേശിച്ചപ്പോ നിങ്ങൾക്ക് ആർക്കും അത് കേൾക്കാൻ വയ്യല്ലോ. മനസ്സിലായി. നിന്റെ ഉദ്ദേശം നടക്കാൻ പോടില്ലടാ. എടാ, നിന്റെ അത്ര ആർത്തി ഞങ്ങൾക്ക് ആർക്കും ഇല്ല. നിനക്ക് ആർത്തിയല്ല, അത്യാർത്തി, പണത്തിനോടുള്ള പ്രാന്ത്. ആ പ്രാന്തിന് എന്റെ മകനെ ബലിയാടാക്കാൻ ഞാൻ സമ്മതിക്കില്ല. നിനക്ക് ആർത്തിയല്ല, അത്യാർത്തി, പണത്തിനോടുള്ള പ്രാന്ത്. ആ പ്രാന്തിന് എന്റെ മകനെ ബലിയാടാക്കാൻ ഞാൻ സമ്മതിക്കില്ല. ആണോ? ഇവൻ എന്തിനാ ഇങ്ങോട്ട് വരുന്നെന്ന് ഇങ്ങേർക്ക് അറിയില്ലായിരിക്കും. ഇവിടെ കാണാൻ, അല്ലാതെ എന്തിനാ? ഇന്നങ്ങള് ഫ്രീ ആയിരിക്കും ഊഹിച്ചു. ഇത്തവണത്തെ ഇലക്ഷനിൽ പാർട്ടി ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിൽ വിജയിക്കുന്നവരുടെ പ്രൊഡിക്ഷൻ ലിസ്റ്റിൽ ആദ്യത്തെ പേര് അങ്കിളുടെ ആണല്ലോ. അപ്പൊ ഇലക്ഷൻ ദിവസമായിട്ട് അങ്കിളിനെ ഒന്ന് മീറ്റ് ചെയ്യാന്ന് കരുതി. പിന്നെ വെറുതെ സുഖിപ്പിക്കലാമേ. എന്താ ചേച്ചി അവൻ പറയുന്നത്? അല്ല, റോഹൻ പറയുന്നതാ കറക്റ്റ് എന്ന്. ഞാൻ വെറുതെ എന്തിനാ ടെൻഷൻ അടിക്കുന്നെന്നാ ദീപക് ചോദിച്ചത്. ഹായ് ഋതിക. ഹായ് റോഹൻ. തനിക്ക് സുഖമല്ലേ രാജു? സുഖ സാറേ. പിന്നെ അങ്കിൾ, ഞാൻ വന്നത് പിന്നെ മറ്റൊരു കാര്യം കൂടി പറയാനാണ്. എന്താ മോനെ? സോറി അങ്കിൾ, ഞാൻ ഈ വീട്ടിലെ കാര്യങ്ങളിൽ ഇടപെടുകയാണെന്ന് വിചാരിക്കരുത്. നിങ്ങളൊക്കെ ഇനി അങ്ങോട്ട് എന്റെ ബന്ധുക്കളാൻ പോവാണല്ലോ. ഈ കുടുംബം എന്റെ കുടുംബം പോലെയാണല്ലോ. റോഹൻ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇത്രയൊക്കെ ചുറ്റി വളയ്ക്കേണ്ടതുണ്ടോ? താങ്ക് യു അങ്കിൾ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ദീപകിന്റെ കാര്യമാണ്. ദീപകിനെ കുറിച്ചോ? ദീപകിനെ കുറിച്ച് എന്താ ആന്റി? ദീപകിന് ഗുണമുള്ളൊരു കാര്യം. ദീപകിന്റെ വിവാഹം കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി ദീപകിന് സ്വന്തമായ ഒരു വരുമാനം ഇല്ലാതെ പറ്റില്ലല്ലോ. എഡ്യൂസ് എന്ന കമ്പനിയിൽ ദീപക് ജോലിക്ക് അപ്ലൈ ചെയ്തിരുന്നു അല്ലേ? അതെ, അത് ഞാൻ പറഞ്ഞിട്ട് അവൻ അപ്ലൈ ചെയ്തേ. വിവാഹം കഴിഞ്ഞതുകൊണ്ടല്ല. അവന് ജോലി ചെയ്യാനും സ്വന്തം കാര്യങ്ങൾ നോക്കാനും സ്വന്തമായി അധ്വാനിക്കുന്ന ക്യാഷ് മതിയെന്ന് അവൻ എന്നോട് പറഞ്ഞു. അതുകൊണ്ടാ. ദീപകിന്റെ വിവാഹം കഴിഞ്ഞല്ലോ ആന്റി. ഇനി ദീപകിന് സ്വന്തം കാര്യം മാത്രം നോക്കിയാൽ പോരല്ലോ. ഞാൻ ദീപകിന് ഒരു ജോബ് ഓഫറുമായിട്ടാ വന്നിരിക്കുന്നത്. എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ജെബിൻ. അവന് ഗൾഫ് രാജ്യങ്ങളിൽ പലയിടത്തായി ബിസിനസ് ഉണ്ട്. ദുബായിൽ അവന്റെ ബിസിനസ് നോക്കിയെടുത്താൻ ഒരു വിശ്വസ്തനായ ഒരാളെ വേണമെന്ന് അവൻ എന്നോട് പറഞ്ഞിരുന്നു. എന്റെ മനസ്സിൽ സത്യം പറഞ്ഞ ആദ്യം ഓർമ്മ വന്നത് ദീപകിന്റെ മുഖമാണ്. ദീപകിനോടൊരു വാക്ക് ചോദിച്ച് ദീപകിന് സമ്മതമാണെങ്കിൽ അവനോട് പറഞ്ഞ് ഞാൻ ജോലി ശരിയാക്കാം. 1 ലക്ഷം രൂപ അടുത്ത മന്ത് സാലറി, താമസിക്കാൻ ഫ്ലാറ്റും അവര് പ്രൊവൈഡ് ചെയ്യും.
നിന്നെ നൈസായിട്ട് ഒഴിവാക്കാനുള്ള അവന്റെ അടവ് കൊള്ളാം. അവന്റെ ഒരു ദുബായ്, അവിടുത്തെ പണിക്ക് എന്റെ പട്ടി പോകും. ഇവിടെ എന്തൊക്കെയാ വീട്ടിൽ നടക്കുന്നത്? എനിക്കിതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അമ്മേ. എടാ മോനെ, നീ ഇങ്ങനെ ഇടിക്കല്ലേ, നിന്റെ കൈക്ക് എന്തെങ്കിലും പറ്റിയാലോ? എടാ കൈ ഇങ്ങോട്ട് കാണിച്ച്. എന്താ മോനെ ഇത്? എനിക്കൊന്നും പറ്റിയില്ല അമ്മേ. എനിക്ക് വരുന്ന ദേഷ്യത്തിന് ഇടി കൊടുക്കേണ്ടത് ഭിത്തിക്കല്ല, അവന്റെ മുഖത്താ കൊടുക്കേണ്ടത്, ആ റോഹന്റെ. എന്താ മോനെ ഇത്? നീ ഒന്ന് സമാധാനപ്പെട്. അമ്മയില്ലേ നിന്റെ കൂടെ? എന്തിനാടാ നിനക്ക് ഇത്രയും ദേഷ്യം? ഞാൻ എങ്ങനെ ദേഷ്യപ്പെടാതെ ഇരിക്കും അമ്മേ? എന്താ അവിടെ നടന്നത്? അവന് എന്നെ ടാർഗറ്റ് ചെയ്ത് എന്നെ ഇവിടെ നിന്ന് മാറ്റാനായി അവൻ കാണിച്ച ചെറ്റത്തനുണ്ടല്ലോ, അതിനെന്താ പറയേണ്ടെന്ന് എനിക്കറിയില്ല. അവനെ കൊല്ലാനുള്ള ദേഷ്യമുണ്ട് എനിക്ക്. മോനെ, നിന്നോട് ഞാൻ പല തവണ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ എടുത്തു ചാടരുതെന്ന്. എടാ, എടുത്തു ചാട്ടം ആപത്താ. എടുത്തു ചാട്ടം കൊണ്ടേ ഇതുവരെ ആർക്കും ഒരു ഗുണവും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് നീ ഒന്ന് സമാധാനപ്പെട്. നമുക്ക് ആലോചിക്കാം എന്താ വേണ്ടതെന്ന്. ഇനി എന്താ ആലോചിക്കാനാമേ? എനിക്ക് മനസ്സിലായി. നമ്മുടെയൊക്കെ പ്ലാനെ അവന് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട്. അവൻ അത്രയ്ക്ക് നല്ല ആളൊന്നുമല്ല, അവൻ പഠിച്ച കള്ളനാ. അതുകൊണ്ടാ അവൻ എന്നെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നത്. അത് മനസ്സിലാക്കിയാലേ അമ്മയ്ക്കുള്ള